ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിലും ഹെയർ ഫോൾ ഉള്ളവർക്കും അടിപൊളി ഒരു പാക്കാണ്. ഒഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഹലോ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഹെയർ പാക്കാണ്. ഈ ഡാൻഡ്രഫ്, ഹെയർ ഫോൾ തുടങ്ങിയ ഇഷ്യൂസ് ഉള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കറ്റാർവാഴയാണ്. ഒരു കറ്റാർവാഴ മതിയാവും. പിന്നെ ഇത് ഉലുവയാണ്. ഉലുവ തലേന്ന് രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മളത് രാവിലെ എടുക്കുന്നതാണ്. അത് നമ്മുടെ ഹെയറിൻ്റെ അനുസരിച്ചെടുത്താൽ മതി. പിന്നെ ചെറിയ ഉള്ളി, അതും ഒരു 6-7 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇതിൽ ഉലുവ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ തിക്കായി പോവും. അപ്പോൾ ഈ ഉലുവയിലുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു ലൂസായിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് കിട്ടും. ലൂസായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ തിക്കായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പേസ്റ്റ് കിട്ടും. അത് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഹെയറിൽ കെട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എൻ്റെ മുടിയിൽ നന്നായിട്ട് ചീവിയതിന് ശേഷം കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഹെയർ പാക്കോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഓയിൽ നമ്മുടെ പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ ഹെയർ ഓയിലാണ്. ഞാൻ നോർമലി ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. നമ്മുടെ നോർമൽ ഹെയർ ഓയിലിൻ്റെ കൂട്ട് അത്രയും തിക്കല്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹെയർ സെറോ ആയിട്ടും യൂസ് ചെയ്യാം. കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അതിൻ്റെ ഫ്രാഗ്രൻസ് ആണെങ്കിലും നല്ല ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ഹെയർ ഓയിലാണ്. അപ്പം ഞാനത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ഓയിൽ, അവനവൻ്റെ കയ്യിലുള്ള ഹെയർ ഓയിൽ ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് വെച്ചിരുന്ന കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. ഇത് അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ഇത് കട്ടിയായി പോകും. പിന്നെ ഈ ഒരു പാക്കിൽ ഉള്ള ഉലുവയാണെങ്കിലും ഉള്ളിയാണെങ്കിലും അതുപോലെ തന്നെ കറ്റാർവാഴയാണെങ്കിലും നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അടിപൊളി സാധനങ്ങളാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഉലുവയിലെയും ഉള്ളിയിലെയൊക്കെ കണ്ടൻസൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. കറ്റാർവാഴ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും, ഫേസിലാണെങ്കിലും അതുപോലെ ഹെയറിനാണെങ്കിലും ഒരുപാട് നന്നായിട്ടുള്ളൊരു സാധനമാണ് കറ്റാർവാഴ. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ സെക്ഷൻസായിട്ട് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും ലാസ്റ്റ് നമുക്ക് ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ മെയിനായിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് നന്നായിട്ടിത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു മസാജൊക്കെ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും, മിനിമം നമ്മൾ 20 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ ഇത് വെച്ചിട്ട് ഉണ്ടാവണം. എന്നിട്ട് നോർമലി വാഷ് ചെയ്യുന്ന പോലെ ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്യാം. ഒരുപാട് ഷാമ്പു യൂസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഷാമ്പു വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നമുക്ക് ആവശ്യാനുസരണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഹലോ, അപ്പോൾ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഷാമ്പൂ ഇട്ടായിരുന്നു, പിന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചു. ഓക്കെ, ഇത് ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്യുന്നത് നന്നായിരിക്കും. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിലും ഹെയർ ഫോൾ ഉള്ളവർക്കും അടിപൊളി ഒരു പാക്കാണ് ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.